ഫൗണ്ടർ ഷീറ്റ് എങ്ങനെ കൃത്യമായിട്ട് ഫ്രെയിമിൽ ഉറപ്പിക്കാം എന്നാണ് നോക്കുന്നത്. അത് കൃത്യമായി ഉറപ്പിച്ചാൽ മാത്രമേ ഈച്ച പണിയൂ. കളയാൻ പാടില്ല, തിരിയാൻ പാടില്ല. അത് ശരിക്കും ഹൊറിസോണ്ടലായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ആദ്യമായിട്ട് ഫുൾ ഷീറ്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈച്ചകൾ കെട്ടുന്നത് എന്താണ്, ഹാഫ് ഷീറ്റാണ്. ഹാഫ് ഷീറ്റ് മുറിച്ചു, അതിൽ നിന്നും ഒരു കഷ്ണം കൂടി എടുത്തു. അപ്പോൾ ഹാഫ് ഷീറ്റ് ആകുമ്പോൾ ഇത് നമുക്ക് നഷ്ടമല്ലെന്ന് തോന്നും, കാരണം അത്ര സമയം കുറച്ചുള്ള ഈച്ച പണിയും. അത് ശരിയല്ല. ഹാഫ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകൾ ഏകദേശം 10-15 ദിവസം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് പണി തീർത്ത് മുട്ടയിടുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് ഈച്ചകൾ ഒരട പണിത് മുട്ടയിടുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ആ ഫൗണ്ടർ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കുന്നുണ്ട്. എന്നാൽ ഫുൾ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവരിതിനെ ഡിവിഷൻ ബോർഡായിട്ട് കാണുകയും പണിയെടുക്കാതിരിക്കുകയും ചെയ്തു. രണ്ടായിട്ട് മുറിച്ചു, അതിനുശേഷം എന്താ ഇതിനിങ്ങനെ ഒരു കൊതയിട്ടു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു തടിക്കഷ്ണമുണ്ട്. അത് ഇതിൻ്റെ പകുതി ഹൈറ്റിലുള്ളതാണ്. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പകുതി കറക്റ്റ് സെൻറ്റർ വന്ന് നിൽക്കും കഷ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് എളുപ്പമുണ്ട്. നമുക്ക് അപ്പുറത്തപ്പുറത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടി പോകുന്നില്ല. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഒരെണ്ണം വിളച്ചു, ഒന്നിട്ട് ഒന്ന് വിളച്ച് കൊടുത്തു. അത്രേ വേണ്ടു. അധികമായി കഴിഞ്ഞാലും വിഷമം. ചെറിയൊരു പിടുത്തം മാത്രമേ വേണ്ടൂ. അങ്ങനെ വിളച്ച് വെച്ചു. അതുപോലെ നമുക്ക് തിരിച്ചും വേണമെങ്കിൽ ഇങ്ങനെ അല്പം ഒന്ന് പ്രാക്ടീസ് ആയിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് പണിയെടുക്കാൻ വേണ്ടി ഒന്ന് എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഷേപ്പിലാണ് വളഞ്ഞ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്ന് വളച്ച് വെച്ചു. എന്താ ഒട്ടിക്കാനുള്ള ഈ പരിവായി സാധനത്തിന്. അപ്പോൾ ഇതേ വെച്ച് നമുക്ക് ഒന്നുകൂടി അതിനൊന്ന് കൃത്യത വരുത്തി കഴിഞ്ഞാൽ ഈ അട ശരിക്കും വളഞ്ഞ് പോകാതെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതലും തോന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു പരിചയക്കുറവൊക്കെ എന്ത് പ്രശ്നമുണ്ട്, മറുവശവും അതുപോലെ തന്നെ ചെയ്യും. നമുക്കിപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേക സമയം കാണാൻ നമുക്ക് എപ്പോഴും ചെയ്ത് വയ്ക്കാമല്ലോ. മുൻകൂട്ടി ചെയ്യുന്ന പോലെ വയ്ക്കുകയോ ഇങ്ങനെ വളച്ചെടുത്തു, ഇങ്ങനെ ഞങ്ങൾ മാറ്റി വെച്ചു. ഇല്ല, അതിനുശേഷം ഈ ഫ്രെയിം എടുത്തിട്ട് ആ ഫ്രെയിമിൻ്റെ നടുക്കോട്ടതാ നേരത്തെ മുറിച്ച് വെച്ച റിബണില്ലേ ഒരു ചെറിയ കഷ്ണം, അതിനെ സെൻറ്ററിലേക്ക് വെച്ചു. ഈച്ചകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ഇതിൻ്റെ മുകളിലിൻ്റെ ഉറപ്പിക്കലാണ് ഏറ്റവും സമയം എടുക്കുന്ന കാര്യം. അത് നമ്മൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് സുരക്ഷിതമായിട്ട് ചുരുക്കുക. എന്താ ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ ചൂടാക്കി കൊടുത്തു. ചൂടാക്കി അവിടെ അങ്ങ് ഉരുക്കി കൊടുത്ത് പൂർണ്ണമായിട്ട് ഫുള്ളം കുരുക്കി കൊടുത്തു. അതിനുശേഷം പണക്കട്ടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രെയിം മുകളിലേക്ക് വെച്ച് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലെവലോട് സീറ്റിങ് ആയി. ഒന്നും ചിന്തിക്കാനില്ല. ദേശം അടുത്ത് പോയി കേട്ടോ, അങ്ങോട്ട് അടുത്ത് പോയി. ചിലപ്പോൾ ഒരു തിരക്കും കാര്യം തിരിച്ചിങ്ങ് എടുത്തു. ആ തടിക്കഷ്ണം എടുത്തു, അതിനെ നേരെ ഇപ്പുറത്തേക്ക് വെച്ചു. അതുപോലെ ചേർത്ത് പിടിച്ചു, ഒന്ന് അമർത്തി കൊടുത്തു. ഇനിയിപ്പോൾ അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റർ ഉപയോഗിക്കൊന്നും ചെയ്യണ്ട. നല്ല കണ്ടീഷനായിട്ട് ഒന്നുകൂടി ഇത് ചൂടുള്ളതുകൊണ്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സീറ്റിംഗ് ആയി. സീറ്റിംഗ് ആയെന്ന് മാത്രമല്ല, അതിന് നമുക്കിങ്ങനെ ഒരേ ലെവലിൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ ഈച്ച പണിയും. ലെവലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേശം കൂടി നീങ്ങിപ്പോൾ എത്രയും പാടില്ല കേട്ടോ. അത് എൻ്റെ ആശ്രദ്ധയാണ്. ഞാൻ മുറിച്ചത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ 10-15 ദിവസം കൊണ്ട് ഇവർ മുട്ടയിട്ട് നിറയ്ക്കുന്നുണ്ട്. കൃത്യമായിട്ട് പണി വന്നിട്ട് പൂശിക്ക് കൊടുക്കും. പലപ്പോഴും ഡിവിഷൻ ബോർഡായി പരിഗണിച്ചിട്ട് ഒരു 80% കോളനികളും എടുക്കാത്തൊരവസ്ഥയെ കാണുന്നത്. പക്ഷേ ഇതെല്ലാ കോളനികളും എടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കി വിജയിപ്പിക്കാം കേട്ടോ. ഇതാണ് ഈ പണി. ഇപ്പോൾ ഇങ്ങനെ ഷീറ്റ് ഒട്ടിച്ച് വയ്ക്കുക. ഒന്നത് ഇതാ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെ കോളനി പരിശോധിക്കണം. ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണേ. ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെയും ചെയ്തിരുന്നു. എൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടിരുന്നു മൂലങ്ങൾ. അത് പണിയും സ്പീഡിൽ പണിയെടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഫുൾ ഷീറ്റ് കൊടുത്താൽ പണി ഇത് കൊടുക്കുമ്പോൾ പണിയും ഒന്നും ഉറപ്പിക്കാം. പിന്നെ 10-18 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് അട പൂർത്തിയാക്കി മുട്ടയിടുന്ന അവസ്ഥ വരുമ്പോഴേക്കും ഇത് ശരിക്കും ഒരു 10-12 ദിവസം ആകുമ്പോഴേക്കും ഫുൾ സമാധിയായിട്ടുണ്ടാവും.
നമ്മൾ നന്നായിട്ട് നോക്കുന്ന കോളനികൾ, അതായത് കൃത്യമായിട്ട് ഫീഡിങ് കൊടുത്ത് കൃത്യമായിട്ട് വളർത്തുന്ന കോളനികളിൽ അത് കൃത്യമായി നടക്കും എന്നാണ് കണ്ടത്. ഓക്കെ.